ഒരാഴ്ചയ്ക്ക് ശേഷമുള്ളൊരു പുലരി. ജിത്തുവിൻ്റെ നെഞ്ചിൽ തലചായ്ച്ച് ഉറങ്ങിയവൾ മുഖത്ത് പ്രകാശം തട്ടിയതും കണ്ണ് ചിമ്മി തുറന്നു. കണ്ണു തുറന്നതും അവളുടെ കണ്ണുകൾ ഉടക്കിയെടുത്ത് നിഷ്കളങ്കമായി ഉറങ്ങുന്ന ജിത്തുവിലായിരുന്നു. അവൾ കണ്ണിമ ചിമ്മാതെ അവനെ തന്നെ നോക്കിക്കിടന്നു. അവൻ ഉറങ്ങുമ്പോൾ പോലും പുഞ്ചിരിക്കുന്നതായി അവൾക്ക് തോന്നി. എന്തൊരു ഭംഗിയാ എൻ്റെ ഇന്ദ്രേട്ടനെ കാണാൻ. പക്ഷേ ചില നേരത്ത് എടുത്ത് തോട്ടിലിടാൻ തോന്നും, കൊരങ്ങൻ. അവൻ ഉറങ്ങുവാണെന്ന ചിന്തയിൽ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അവൾ. അടുത്ത നിമിഷം അവളുടെ വയറിൽ ചുറ്റിയിരുന്ന അവൻ്റെ കൈകൾ മുറുങ്ങുന്നതറിഞ്ഞ് കണ്ണു മിഴിച്ചു നോക്കി അവൾ ജിത്തുവിനെ. അവനൊന്ന് കണ്ണിറുക്കിക്കൊണ്ട് അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി. അത്രയ്ക്ക് ഭംഗിയാണോ? പതിഞ്ഞ സ്വരത്തിൽ അവൻ അവളുടെ കാതോരം ചോദിച്ചു. അവളൊന്ന് മൂളി. വേറെന്തോ പറഞ്ഞില്ലേ? എന്താ അത്? എന്നെ എടുത്ത് തോട്ടിൽ കളയാൻ തോന്നുമെന്ന് അല്ലേ? അവൻ ചോദിക്കെ അവളൊന്ന് ഞെട്ടി. അത് പിന്നെ ഇന്ദ്രേട്ടാ. അവൾ കള്ളം പിടിക്കപ്പെട്ട കുട്ടിയെ പോലെ കുഴങ്ങി. ശിക്ഷ വേണ്ടേ എൻ്റെ ആമിക്ക്? പെട്ടെന്ന് അവനിൽ നിന്നും ആമി എന്ന് കേട്ടതും അവൾ അവനെ തന്നിൽ നിന്നും അടർത്തി മാറ്റാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴേക്കും അവൻ അവളുടെ തോളിൽ നിന്ന് ബ്ലൗസ് വലിച്ച് താഴ്ത്തി അവിടെ പല്ലുകൾ ആഴ്ത്തിയിരുന്നു. ഇന്ദ്രേട്ടാ. അവൻ്റെ പല്ലുകൾ ആഴ്ന്നതും അവളിൽ നേരിയ വേദന അനുഭവപ്പെട്ടു. ഇനി എന്നെ തോട്ടിൽ കളയാൻ തോന്നുമ്പോൾ ഇത് ഓർമ്മ വേണം, അവൻ കടിച്ച ഇടമൊന്ന് നുണഞ്ഞുകൊണ്ട് പറഞ്ഞു ജിത്തു. അവൾ അവനെ മുറുക്കെ പിടിച്ചു കിടന്നു. ഇനി ശ്വാസം വിട്ടോ, ഇല്ലെങ്കിൽ അങ്ങ് മേപ്പോട്ട് പോകും. തൻ്റെ പ്രവൃത്തിയിൽ ശ്വാസം വിടാൻ പോലും മറന്ന് തന്നെ അള്ളിപ്പിടിച്ച് കിടക്കുന്നവളെ നോക്കി ജിത്തു പറഞ്ഞു. അവൾക്ക് ചെറിയ ചമ്മൽ തോന്നി. അത് മറയ്ക്കാനെന്നോണം അവൾ വേഗം എഴുന്നേൽക്കാൻ ശ്രമിച്ചു. എങ്കിലും അവൻ അവളെ പോകാൻ അനുവദിക്കാതെ പിടിച്ചു വലിച്ച് നെഞ്ചിലേക്കിട്ടു. വേഗം പോയി റെഡിയായി, നമുക്ക് പുറത്തു പോകണം. അവളുടെ കണ്ണുകളിൽ നോക്കി ജിത്തു പറയെ അവളുടെ കണ്ണുകൾ സന്തോഷത്താൽ വിടർന്നിരുന്നു. തലയാട്ടിക്കൊണ്ട് വേഗം എഴുന്നേറ്റ് കുളിച്ച് മാറാനുള്ളതായി ബാത്റൂമിലേക്ക് പോയി അവൾ. അവനൊരു ചിരിയോടെ അവൾ തലവെച്ച് കിടന്ന തലയണയെ കെട്ടിപ്പിടിച്ച് അതിൽ മുഖം പൂഴ്ത്തി കിടന്നു. ലക്ഷ ഫ്രഷായി വരുമ്പോൾ ജിത്തു എഴുന്നേറ്റിരുന്നു. അവളുടെ തോളിൽ കിടന്ന തോർത്തെടുത്ത് അവളുടെ കവളിലൊന്ന് അമർത്തി ചുംബിച്ച ശേഷം അവൻ ബാത്റൂമിലേക്ക് പോയി. അവൾ ഒരു ചിരിയോടെ മുടി ചടകളയാൻ തുടങ്ങി. ഈ ഒരാഴ്ച കൊണ്ട് അവളുടെ മുറിവ് ഉണങ്ങിയിരുന്നു. ഇപ്പോൾ പഴയ പോലെ ആയിട്ടുണ്ടവൾ. അവളൊരു ബേബി പിങ്ക് കളറിലെ ചുരിദാറും ധരിച്ച് മുടി അഴിച്ചിട്ട് കുളിർപ്പിൻ കെട്ടി നെറ്റിയിൽ സിന്ദൂരം അണിഞ്ഞു. മുഖം പൗഡറിട്ട് കണ്ണെഴുതിയൊരു കുഞ്ഞു കറുത്ത പൊട്ടും. കണ്ണാടിയിൽ നോക്കായാണ് കുളി കഴിഞ്ഞ് ജിത്തു വന്നത്. അവനൊരു ചിരിയോടെ അവളെ നോക്കി നിന്ന ശേഷം അലമാര തുറന്നതും ലക്ഷ ബ്ലാക്ക് കളർ ഷർട്ട് അവൻ്റെ കയ്യിൽ കൊടുത്തു. അവൻ കുറുമ്പോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ഇതിടുമ്പോൾ ഇന്ദ്രേട്ടനെ കാണാൻ നല്ല ഭംഗിയാ. ചുണ്ടിൽ വിരിഞ്ഞൊരു ചിരിയോടെ അവൾ പറഞ്ഞതും അവൻ ഷർട്ട് നീട്ടി അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവനിലേക്ക് അടുപ്പിച്ചു. എൻ്റെ ആമിയും സുന്ദരിയായിട്ടുണ്ട്. അവളുടെ കണ്ണിൽ നോക്കി അവൻ പറയെ അവളിൽ വെപ്രാളം നിറഞ്ഞു. നിന്റെ ഈ പേടിയും നാണമൊക്കെ ഞാൻ തീർത്തു തരുന്നുണ്ട്, ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു. അവൾ നാണത്തോടെ മിഴികൾ താഴ്ത്തി ഒരു ചിരിയോടെ അവളെ നോക്കിക്കൊണ്ട് ഷർട്ട് വാങ്ങിയിട്ടു ജിത്തു. ഞാൻ പോയി കഴിക്കാൻ എടുത്തു വെക്കാം, ഇന്ദ്രേട്ടൻ വന്നാൽ മതി. വെപ്രാളം മറച്ചു വെക്കാൻ പാടുപെട്ടുകൊണ്ട് അവൾ പറയെ അവനിൽ കുസൃതി നിറഞ്ഞു. അവൻ തന്നിലേക്ക് അടുക്കുന്നത് കണ്ടതും അവൾ പിന്നിലേക്ക് നീങ്ങി. അവൻ അവളെ കയ്യെത്തി പിടിക്കും മുന്നേ അവൾ താഴേക്ക് ഓടിയിരുന്നു. ഒരു ചിരിയോടെ അവൻ റെഡിയാവാൻ തുടങ്ങി. ഓടിക്കിതച്ച് താഴെ ചെല്ലുമ്പോൾ ഹാളിലിരുന്ന് ശിവൻ അവളെയും വായി പൊളിച്ചു നോക്കി. അവൾ ശിവനെ നോക്കിയതും അവൻ പുരിക ഉയർത്തി എന്താന്ന് ചോദിച്ചു. അതിനവൾ ഒന്ന് ഇളിച്ചുകൊണ്ട് ചുമലനയ്ക്ക് ഒന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. ജിത്തുവിനുള്ള ആഹാരം എടുത്ത് ടേബിളിൽ വെച്ചതും അവൻ മുണ്ടും മടക്കി കുത്തി ഷർട്ടിൻ്റെ കൈമുട്ടും വരെ മടക്കി വെച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നു. സ്റ്റെപ്പിലൂടെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവനും കണ്ടിരുന്നു തന്നെ നോക്കി നിൽക്കുന്നവളെ. അവൻ മീശ പിരിച്ചുകൊണ്ട് അവളെ നോക്കി പുരികം പൊക്കി എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അവൾ സൂപ്പർ എന്ന് ചുണ്ടനയ്ക്ക് ഒപ്പം കൈകൊണ്ട് ഇങ്ങനൊരു സിമ്പലും. അവനൊന്ന് ചിരിച്ചുകൊണ്ട് നേരെ നോക്കിയതും രണ്ടിൻ്റെയും കളി കണ്ട് മാറി മാറി ഇരുവരെയും നോക്കിയിരിക്കുന്ന ശിവനെയായിരുന്നു കണ്ടത്. ജിത്തു ഒന്ന് ഇളിച്ചുകൊണ്ട് ടേബിളിൻ്റെ അടുത്തേക്ക് നടന്നു. ശിവനൊരു ചിരിയോടെ പത്രം വായിക്കാൻ തുടങ്ങി. ജിത്തുവിന് വിളമ്പിക്കൊടുത്തതും അവളും അവൻ്റെ അടുത്തായിരുന്നു. അവൻ ചുറ്റുമൊന്ന് നോക്കി ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തി തൻ്റെ പാത്രത്തിൽ നിന്നൊരു ദോശ ചെറിയ കഷ്ണമായി മുറിച്ച് കറിയിൽ മുക്കി അവളുടെ വായിൽ വെച്ചു കൊടുത്തു. അവളും തിരികെ അവനെ ഊട്ടിയിരുന്നു. ആഹാരമെല്ലാം കഴിച്ച് എല്ലാവരോടും പറഞ്ഞ് ഇരുവരും ഇറങ്ങി. ജിത്തു ശിവന്റെ കൈയും കാലും പിടിച്ച് ബൈക്കിന്റെ കീയും വാങ്ങി അതിൽ കയറി സ്റ്റാർട്ട് ചെയ്തതും ലക്ഷ അവൻ്റെ അടുത്തേക്ക് ചെന്നു. ബൈക്കിൽ ഇരുന്ന് തന്നെ നോക്കുന്ന ജിത്തുവിനെ കണ്ടതും അവളെ കണ്ണുകൾ വിടർന്നു. കേറ്.
അവൻ പറഞ്ഞതും അവൾ അവൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് കയറിയിരുന്നു. എല്ലാം മിററിലൂടെ കാണുന്നുണ്ടായിരുന്നു ജിത്തു. പിടിച്ചിരുന്നോ? അവനൊരു ചിരിയോടെ പറയെ അവൾ അവൻ്റെ തോളിൽ കൈമുറുക്കി. അവിടെയല്ല, ഇവിടെ. അവളുടെ കൈയെടുത്ത് തൻ്റെ വയറിന് കുറുകെ ചുറ്റി. ഇരു കൈകളും അവൻ്റെ വയറ്റിൽ ചുറ്റിയതും അവൾ മുന്നോട്ടാഞ്ഞ് അവൻ്റെ ദേഹത്തേക്ക് ചേർന്നു. ജിത്തുവിൻ്റെ ദേഹത്തേക്ക് ഒട്ടിയതും അവളിലൂടെ ഒരു മിന്നൽ പാഞ്ഞു. അതിൻ്റെ ഫലമായി അവളൊന്ന് ഞെട്ടി. അവളുടെ ഓരോ ഭാവങ്ങളും മിററിലൂടെ വീക്ഷിച്ചവനിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. പോവാം, അവൻ ചോദിക്കെ അവൾ തലയാട്ടി. അവൻ പുഞ്ചിരിയോടെ വണ്ടി മുന്നോട്ടെടുത്തു. ലക്ഷയെയും കൊണ്ട് ജിത്തു നേരെ പോയത് ബീച്ചിലേക്കായിരുന്നു. അവളുടെ കയ്യും പിടിച്ച് കടൽ തീരത്തുകൂടി ഒത്തിരി നേരം നടന്നു ജിത്തു. ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത് അവളോടൊപ്പം ഇരുന്നു. ഓരോന്ന് കാണുമ്പോൾ അവളിൽ ഉണ്ടാകുന്ന ഓരോ മാറ്റവും മുഖഭാവവും ജിത്തു ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കൂടെ നടക്കുമ്പോഴുള്ള സുരക്ഷിതത്വം അവളും ആസ്വദിക്കുന്നുണ്ടായിരുന്നു ആ നിമിഷം. ഏകദേശം ഉച്ചയോടടുത്തതും അവളെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോയി അവൻ. അവിടെ നിന്നും അവൾക്ക് വേണ്ടി അവൻ തന്നെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തു. അവനുള്ളത് അവളും. നീ ഇവിടെ ഇരിക്കുക, ഞാനിപ്പോൾ വരാം. അവളെ 2-3 സ്ത്രീകൾ ഇരിക്കുന്നിടത്തിരുത്തി ജിത്തു വീണ്ടും ഡ്രസ് കൗണ്ടറിലേക്ക് പോയി. അല്പം കഴിഞ്ഞതും തിരികെ വന്ന് ബില്ലും പേ ചെയ്ത് അവളുടെ കയ്യും പിടിച്ച് നടന്നു. അവിടെ നിന്നിറങ്ങി ഒരു ഹോട്ടൽ കയറി അവൾക്കിഷ്ടമുള്ളതെല്ലാം വാങ്ങിക്കൊടുത്ത ശേഷം ഏകദേശം വൈകുന്നേരത്തോടടുത്തതും ത്രയംബത്തിലേക്ക് തിരിച്ചു. തിരികെ വന്നപ്പോൾ അലച്ചിൻ്റെ ക്ഷീണത്തിൽ അവനെ ചുറ്റിപ്പിടിച്ച് മുതുകിൽ തലചായ്ച്ച് മയങ്ങി അവൾ. അവന് പേടിയായിരുന്നു പെണ്ണ് താഴെ പോയാലോ എന്ന്. അതുകൊണ്ട് പതിയെയായിരുന്നു അവൻ വണ്ടി ഓടിച്ചത്. ഒടുവിൽ ത്രയംബത്തിലെത്തിയതും അവൻ തല ചെരിച്ചു നോക്കി. നല്ല ഉറക്കത്തിലാണവൾ. ലക്ഷ, അവൻ തട്ടി വിളിച്ചതും അവൾ ഞെട്ടി കണ്ണു തുറന്നു. നേരം വെളുത്തോ ഇന്ദ്രേട്ടാ? കണ്ണൻ തിരുമ്മി ബോധമില്ലാതെ അവൾ ചോദിച്ചതും അവന് ചിരി പൊട്ടി. ഇറങ്ങ് പൊട്ടത്തി, വീടെത്തി, അവൻ പറഞ്ഞതും അവൾ ചുറ്റും നോക്കി. ശേഷം പതിയെ ഇറങ്ങി. അവൻ ബൈക്ക് നിർത്തി കീയും കവറും കൊടുത്ത് അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. ഹാളിലിരിക്കുന്നവർക്കെല്ലാം ഒരു പുഞ്ചിരി നൽകി അവളെയും കൊണ്ട് മുറിയിലേക്ക് നടന്നു. മുറിയിലേക്ക് കയറിയതും പെണ്ണ് ബെഡിലേക്ക് വീണിരുന്നു. ക്ഷീണം കാണും, ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി ജിത്തു. അവനെല്ലാം എടുത്തു വെച്ചൊന്ന് ഫ്രഷായി വന്ന് അവളെ ഒന്ന് നോക്കി താഴേക്ക് പോയി. ലക്ഷ കണ്ണു തുറക്കുമ്പോൾ നേരം ഇരുട്ടിയിരുന്നു. അവൾ ചാടി എഴുന്നേറ്റു ഡ്രസ്സുമൊടുത്ത് കുളിക്കാനോടി. കുളിച്ച് ഫ്രഷായി താഴേക്ക് ചെല്ലുമ്പോൾ ജിത്തു ഉമ്മറത്തിരുന്ന് ശിവനോട് എന്തൊക്കെയോ സംസാരിക്കുമായിരുന്നു. അവൾ ഒരു ചിരിയോടെ അടുക്കളയിലേക്ക് നടന്നു. അവിടെ ഇന്ദുവിനോടും ലക്ഷ്മിയോടും ഇന്നത്തെ വിശേഷങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അവനോടൊപ്പം കണ്ണുകൾ ലക്ഷയിലായിരുന്നു. അത് മനസ്സിലാക്കി അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവനും അതേ ചിരിയോടെ ആഹാരം കഴിച്ചെഴുന്നേറ്റു. എല്ലാവരും കഴിച്ചു കഴിഞ്ഞതും ഇന്ദുവും ലക്ഷ്മിയും ചോറും കറികളും എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. പിന്നാലെ വെള്ളവും എടുത്തുകൊണ്ട് പോകാൻ നിന്നവളെ ജിത്തു കയ്യിൽ പിടിച്ചു നിർത്തി. അവൾ മിടിച്ചുകൊണ്ട് അവനെ നോക്കവേ അവൻ അവളുടെ കാതോര മുഖം താഴ്ത്തി. വേഗം എല്ലാം ഒതുക്കിയിട്ട് വാ, ഞാൻ കാത്തിരിക്കും. അത്രയും പറഞ്ഞ് ജിത്തു മുകളിലേക്ക് കയറിപ്പോയി. അവൾ അവൻ പോകുന്നതെന്ന് നോക്കി നിന്ന ശേഷം അടുക്കളയിലേക്ക് നടന്നു. കഴുകാനുള്ള പാത്രങ്ങളെല്ലാം ഇന്ദുവിനോടൊപ്പം നിന്ന് കഴുകി വെച്ച് അടുക്കള ഒതുക്കി ഇരുവരും മുറിയിലേക്ക് പോയി. ലക്ഷ്മിയെ നേരത്തെ തന്നെ പറഞ്ഞയച്ചിരുന്നു. മുറിയിലേക്ക് നടക്കുമ്പോൾ എന്തിനായിരുന്നു ഇന്ദ്രേട്ടൻ വേഗം ചെല്ലാൻ പറഞ്ഞത് എന്ന ഒറ്റ ചിന്തയാ മാത്രമായിരുന്നു അവളിൽ. പരിഭ്രമത്തോടെ അകത്തേക്ക് കയറിയതും കണ്ടു ബെഡിൽ തന്നെ കാത്തിരിക്കുന്ന ജിത്തുവിനെ. അവളെ കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു. അവൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു. എന്താ ഇന്ദ്രേട്ടാ വേഗം വരാൻ പറഞ്ഞേ? വാതിലടച്ച് കുറ്റിയിട്ടുകൊണ്ട് അവൾ ചോദിച്ചു. വേഗം പോയി കുളിച്ചു വാ, ഞാൻ അവിടെ ഒരു ഡ്രസ്സ് വെച്ചിട്ടുണ്ട്, അതിട്ട് വേണം വരാൻ കേട്ടോ. കുറുമ്പോടെ ജിത്തു പറയെ അവളിൽ വെപ്രാളം നിറഞ്ഞു. എങ്കിലും ഒന്ന് തലയാട്ടി തോർത്തുമെടുത്ത് ബാത്റൂമിലേക്ക് നടന്നു അവൾ. അവൾ പോയതും ജിത്തു വെള്ള നിറത്തിലുള്ള ബെഡ്ഷീറ്റ് മാറ്റി വിരിച്ച് അതിലേക്ക് റോസാപ്പൂക്കൾ നുള്ളിയിട്ട് ശേഷം കർട്ടനെല്ലാം മാറ്റി വെള്ള നിറത്തിലുള്ളതിട്ടു. ഒപ്പം കയ്യിൽ കരുതിയ മെഴുകുതിരിയിൽ മുറിയിലാകെ കത്തിച്ചു വെച്ചു. ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡ് ലാമ്പ് കത്തിച്ചു വെച്ചു. ലക്ഷ കുളി കഴിഞ്ഞ് അവിടെ വെച്ചിരുന്ന കവർ തുറന്നിടാനുള്ള ഡ്രസ്സ് എടുക്കവേ അവളുടെ കണ്ണ് തള്ളിയിരുന്നു. ഈശ്വര, ഇതാണോ ഡ്രസ്സ്? വായും പൊളിച്ച് നിന്നുപോയി അവൾ. മുട്ടിന് വരെയുള്ള ഷിഫോൺ നൈറ്റ് ഡ്രസ്സായിരുന്നു അത്. അതിനു മീതെ ഒരു ട്രാൻസ്പെറൻറ്റ് കോട്ടും. അവൾ അല്പനേരം എന്തോ ആലോചിച്ച് നിന്ന ശേഷം അതെടുത്തിട്ടു. ശേഷം അവിടെയുള്ള കണ്ണാടിയിലേക്കൊന്ന് നോക്കി. അയ്യേ, ഞാൻ ഇതിട്ട് എങ്ങനെ ഇന്ദ്രേട്ടൻ്റെ മുന്നിൽ പോയി നിൽക്കും? ഷോ! തൻ്റെ പ്രതിബിംബം കണ്ട് അവൾ തന്നെ ചമ്മലും നാണവും തോന്നി. ലക്ഷ! അല്പം കഴിഞ്ഞതും ജിത്തുവിൻ്റെ വിളി വന്നു. അത് കേൾക്കെ അവളൊന്ന് ഞെട്ടി. ആ, വരുവാ, പെട്ടെന്ന് മറുപടി പറഞ്ഞു അവൾ. എന്തും വരട്ടെ എന്ന ചിന്തയോടെ കോട്ടുകൊണ്ട് മറച്ചു പിടിച്ച്
മുടിയെടുത്ത് ഇരുവശത്തുകൂടി മുന്നിലേക്കിട്ട് അവൾ ബാത്റൂമിൽ നിന്നും വാതിൽ തുറന്നു. ഈ വേഷത്തിൽ തന്നെ കണ്ടാലുള്ള ആ മുഖത്തെ ഭാവങ്ങൾ തനിക്ക് താങ്ങാൻ കഴിയില്ലെന്ന പോലെ അവൾ കണ്ണുകൾ താഴ്ത്തി. കുറച്ചു നേരം കഴിഞ്ഞെത്തും ജിത്തുവിൽ നിന്നും ഒരു പ്രതികരണവും ഇല്ലാതെ അവൾ തല ഉയർത്തി നോക്കി. തന്നെ നോക്കിയൊരു കള്ളച്ചിരിയോടെ നിൽക്കുവായിരുന്നു ജിത്തു. അവൾ നോക്കുന്നത് കണ്ടതും അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. അവൻ വരുന്നത് കാണെ അവൾ മിഴികൾ താഴ്ത്തി. നല്ല സുന്ദരിയായിട്ടുണ്ട് എൻ്റെ പെണ്ണ്. അവളുടെ താടിത്തുമ്പ് പിടിച്ച് മുഖം ഉയർത്തി ആ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു ജിത്തു. അടഞ്ഞ ശബ്ദത്തിൽ ജിത്തു പറയെ അവൾ നാണം കൊണ്ട് ചുവക്കാൻ തുടങ്ങിയിരുന്നു. തക്കാളി പോലെ ചുവന്നു തുടുത്തല്ലോ, കടിച്ചെടുക്കാൻ തോന്നുക. ഈ ചുണ്ടും കവിളും മൂക്കും കഴുത്തും പിന്നെ ഈ അവൻ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ കിതച്ചുകൊണ്ട് ലക്ഷ അവൻ്റെ വാ പൊത്തി. പറയില്ല ഇന്ദ്രേട്ടാ, എനിക്ക് അത് താങ്ങാനാവുന്നില്ല. വെപ്രാളത്തോടെ അവൻ്റെ ഇരു കൺകോളങ്ങളെയും മാറി മാറി നോക്കി പറഞ്ഞു ലക്ഷ. അവളുടെ കണ്ണുകളുടെ പിടച്ചിലും ചുണ്ടുകളുടെ വിറയലുമെല്ലാം അവൻ്റെ കണ്ണുകളിലെ ഭാവം മാറ്റിമറിക്കാൻ തുടങ്ങിയിരുന്നു. ഞൊടിയിൽ അവൻ അവളെ ആഞ്ഞു പുണർന്നു. ആദ്യമൊന്ന് ഞെട്ടിയവൾ അടുത്ത നിമിഷം അവനെയും തിരികെ പുണർന്നു. ആമി. പ്രണയാർദ്രമായ അവൻ്റെ വിളിയിൽ അവളൊന്ന് വിറച്ചുപോയി. മൂളാൻ മാത്രമേ ആ നിമിഷം അവൾക്ക് കഴിയുമായിരുന്നുള്ളൂ. എനിക്ക് കാണണം. അവളുടെ കാതിനരികിൽ ചുണ്ട് ചേർത്തുകൊണ്ട് അവൻ പറഞ്ഞു. ഇന്ദ്രേട്ടാ. അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാക്കിയ ലക്ഷ വിറച്ചുകൊണ്ട് അവനെ അള്ളിപ്പിടിച്ചു. ഇനിയും കാത്തിരിക്കാൻ വയ്യ, എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. അവളുടെ ചെവിയും അതിൽ തൂങ്ങിയാടുന്ന കമ്മലും കടിച്ചു നുണഞ്ഞുകൊണ്ട് ജിത്തു പറയവേ അവൾ കണ്ണുകൾ മുറുക്കെ പൂട്ടി അവനെ തന്നിലേക്ക് അമർത്തി പിടിച്ചിരുന്നു. പറയൂ പെണ്ണെ, കാണിച്ചു തരുമോ എനിക്കെൻ്റെ പെണ്ണിനെ? കഴുത്തിൽ മുഖവുരസിക്കൊണ്ട് അവൻ ചോദിച്ചു. ഒന്ന് മൂളിക്കൊണ്ട് സമ്മതം അറിയിച്ചു ലക്ഷ. അവൻ അവളിൽ നിന്നും അടർന്നു മാറി അവളെ കയ്യിൽ കോരിയെടുത്ത് ബെഡിലേക്ക് കിടത്തി. അപ്പോഴാണ് അവൾ മുറിയെല്ലാം ശരിക്കും കാണുന്നത്. അവൾ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി. ചുണ്ടിലൊരു പുഞ്ചിരിയോടെ തന്നെ നോക്കുവാണ്. അവൾ ഒരു ചിരിയോടെ ഇരു കൈകളും വിടർത്തി അവനെ നോക്കി. അത് കാത്തുന്ന പോലെ അവൻ അവളിലേക്ക് ചാഞ്ഞു. അവളുടെ മുഖമാകെ അവൻ്റെ കണ്ണുകൾ ഓടി നടന്നു. പതിയെ പതിയെ ആ കണ്ണുകളിലെ ഭാവം മാറാൻ തുടങ്ങി. ആ കണ്ണുകളിൽ പ്രണയം അലയടിക്കുന്നത് അവൾ അറിഞ്ഞു. അടുത്ത നിമിഷം അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിത്തടത്തിൽ അമർന്നു. ശേഷം ആ ചുണ്ടുകൾ അവളുടെ മൂക്കിലൂടെ ഒഴുകി താഴേക്കിറങ്ങി. ഇരു കണ്ണുകളിലും കവിളുകളിലും മാറി മാറി പതിയുമ്പോഴും അവൾ ഒരു ചിരിയോടെ അവനെ ചേർത്ത് പിടിച്ചു. അവിടെ നിന്നും അവൻ്റെ ചുണ്ടുകൾ അവളുടെ വിറയ്ക്കുന്ന ചുണ്ടിൽ കോർത്തു. അവളുടെ ചുണ്ടുകളുടെ മൃദുലത അറിയും തോറും അവനിൽ ആവേശം നിറഞ്ഞു. അത്യധികം ആവേശത്തോടെ തൻ്റെ ഇരു അതരങ്ങളും നുണയുന്നവനെ പ്രണയത്തോടെ അവൾ കണ്ണുകൾ തുറന്നു നോക്കി. കണ്ണുകൾ അടച്ച് വേദനിപ്പിക്കാതെ നുണയുവായിരുന്നു അവൻ. ഒടുവിൽ അവൻ്റെ നാവുകൾ തൻ്റെ നാവിൽ സ്പർശിച്ചതും പിടഞ്ഞുകൊണ്ടവൾ അവൻ്റെ മുടിയിൽ വിരൽ കോർത്ത് പിടിച്ചു. അവൻ്റെ ചുണ്ടുകളുടെ ആവേശത്തിൽ ശ്വാസം കിട്ടാതെ വന്നതും അവൾ അവനെ പിന്നോട്ട് തള്ളി. പെട്ടെന്ന് ജിത്തു അവളിൽ നിന്നും തൻ്റെ ചുണ്ടുകളെ മോചിപ്പിച്ചു. ഇരുവരും നന്നേ കിതയ്ക്കുന്നുണ്ടായിരുന്നു. കിതപ്പൊന്നടങ്ങിയതും ജിത്തു അവളുടെ കഴുത്തിലേക്ക് മുഖം അരിച്ചിറക്കി. അവൾ വിറച്ചുകൊണ്ട് അവൻ്റെ മുതുകിൽ അള്ളിപ്പിടിച്ചു. അവൻ അവളുടെ കഴുത്തിലാകെ തൻ്റെ ചുണ്ടുകൾ ഓടിവിട്ടു. അവൻ്റെ നാവ് കൊണ്ട് നുണഞ്ഞും പല്ലുകളാഴ്ത്തിയും അവളുടെ കഴുത്തിലാകെ കളം വരച്ചു ജിത്തു. കഴുത്തിൽ അവൻ്റെ ചുണ്ടുകൾ വിശ്രമമില്ലാതെ പതിയുമ്പോഴും കൈകൾ അവളുടെ മേനിയിലാകെ എന്തോ തേടുന്നുണ്ടായിരുന്നു. പതിയെ പതിയെ അവൻ്റെ ചുണ്ടുകൾ കഴുത്തിൽ നിന്നും താഴേക്കൊഴുകി. അവൻ്റെ ചുണ്ടുകൾ വസ്ത്രത്തിന് മുകളിലൂടെ അവളുടെ ഇരുമാറിലും പതിഞ്ഞുകൊണ്ടിരുന്നു. ഒപ്പം കൈകൾ അവളുടെ ഡ്രസ്സിനിടയിലൂടെ തുടയിൽ തഴുകിക്കൊണ്ടിരുന്നു. അവൻ്റെ ഓരോ കുസൃതിയിലും ശ്വാസം പോലും എടുക്കാൻ മറന്നവൾ കണ്ണുകൾ അടച്ചു കിടന്നു. ഒടുവിലൊന്ന് ഉയർന്നു വന്ന് അവളുടെ ചുണ്ടിൽ കടിച്ചു വിട്ടുകൊണ്ട് ജിത്തു അവളുടെ കോട്ടഴിച്ചു മാറ്റി. ഉടുപ്പിൻ്റെ മുന്നിലെ കെട്ട് ഓരോന്നായി അഴിക്കാൻ തുടങ്ങി. ഓരോ കെട്ടഴിക്കുമ്പോഴും അവൻ്റെ ചുണ്ടുകൾ അവിടെ പതിയും. ഒടുവിൽ അവളുടെ വസ്ത്രം മുഴുവനായി അഴിച്ചു മാറ്റി ജിത്തു അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. ലക്ഷനാണത്തോടെ അവനെ തൻ്റെ ദേഹത്തേക്ക് അമർത്തിപ്പിടിച്ചു. പതിയെ പതിയെ ജിത്തുവിൻ്റെ ചുണ്ടുകൾ കഴുത്തിൽ നിന്നും മാറിലേക്ക് ഇഴഞ്ഞു നീങ്ങി. ഒന്നുയർന്നുകൊണ്ട് അവളുടെ മാറിലേക്ക് കണ്ണു വിടർത്തി നോക്കുന്നവനെ കണ്ടതും നാണത്തോടെ ഇരു കൈകളും മാറിൽ പിണച്ചു വെച്ചു ലക്ഷ. അവനൊരു ചിരിയോടെ അവളുടെ കൈകൾ പിടിച്ചു മുകളിലേക്ക് വെച്ച് ലോക്കിട്ടു. ശേഷം ആ മാറിലേക്ക് മുഖം പൂഴ്ത്തി. അവളൊന്ന് വിറച്ചുകൊണ്ട് ഉയർന്നു പൊങ്ങി അവൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു. അവളുടെ മാറിടങ്ങളിൽ തുടർച്ചയായി പതിയുന്ന ജിത്തുവിൻ്റെ ചുണ്ടും നാവും പല്ലും
അവളിൽ മായാജാലങ്ങൾ തീർത്തുകൊണ്ടിരുന്നു. അതിനനുസരിച്ച് അവളിലും മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അവൻ്റെ നാവുകൾ നൽകുന്ന ലാളനയിൽ അവളുടെ കണ്ണുകൾ മേലോട്ട് മറിഞ്ഞു. അവൻ്റെ ചുണ്ടുകൾ മാറിടിക്കിലൂടെ ഒഴുകി അവളുടെ അണിവരയിലേക്ക് നീങ്ങി. അവൻ്റെ ചുണ്ടുകൾ അവളുടെ നാഭിച്ചുഴിയിൽ ആഴത്തിൽ പതിഞ്ഞു. അവളൊന്ന് ഉയർന്നു പൊങ്ങി അവൻ്റെ മുടിയിൽ വിരൽ കോർത്തു. നാഭിച്ചുഴിയിൽ നാവിറക്കി ആഴം അളന്നുകൊണ്ട് അവിടെ കടിച്ചു നുണയാൻ തുടങ്ങി ജിത്തു. ഇന്ദ്രേട്ടാ, അറിയാതെ വിളിച്ചുപോയി അവൾ. ഒന്ന് മൂളിക്കൊണ്ട് അവൻ അവിടെ ചുണ്ടുകൊണ്ട് നുണഞ്ഞു. അവൾ കീഴ്ചുണ്ടിൽ പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് അവൻ്റെ മുടിയിൽ വിരൽ കടത്തി വലിച്ചു. അവളുടെ വയറ്റിലാകെ ചുണ്ട് പതിപ്പിച്ചുകൊണ്ട് അവൻ്റെ ചുണ്ടുകൾ അടിവയറ്റിലേക്ക് ഒഴുകി. പതിയെ പതിയെ അവളുടെ നിശ്വാസം ഉയർന്നു. അതെല്ലാം ജിത്തുവിനെ വികാരത്തിൻ്റെ കൊടുമുടിയിലെത്തിക്കാൻ കെൽപ്പുള്ളവയായിരുന്നു. അവൻ ഒന്നുയർന്നു വന്ന് അവളുടെ ചുണ്ടിൽ ചുണ്ട് ചേർത്ത് നുണഞ്ഞു. ഒപ്പം തൻ്റെ വസ്ത്രം അഴിച്ചു മാറ്റി ജിത്തു പതിയെ അവൻ്റെ പെണ്ണിനെ അറിഞ്ഞു തുടങ്ങി. അവളിലെ പെണ്ണിനെ ഉണർത്തിക്കൊണ്ട് ജിത്തു അവളിലേക്ക് ആഴ്ന്നിറങ്ങി. ഇന്ദ്രേട്ടാ. ഇടയ്ക്കിടെ അവളിൽ നിന്നുയർന്ന ശീൽക്കാരങ്ങൾ അവനിൽ വീണ്ടും ആവേശമുണർത്തി. എന്നിരുന്നാലും അത്യധികം പ്രണയത്തോടെ തന്നിൽ ഉയർന്നു താഴുന്നവനെ ചേർത്ത് പിടിച്ചിരുന്നു ലക്ഷ. ഒടുവിലൊരു ചെറുനോവോടെ തൻ്റെ പെണ്ണിനെ പൂർണ്ണയാക്കി ജിത്തു. ഇരുവരുടെയും ശ്വാസങ്ങൾ ഒന്നായി തീർന്നിരുന്നു. ജിത്തുവിൻ്റെ കഴുത്തിലൂടെ ഒഴുകിയിറങ്ങിയ വിയർപ്പ് തുള്ളികൾ അവളുടെ മാറിൽ വീണു ചിതറി. ആ വിയർപ്പ് തുള്ളികളിൽ നോക്കിക്കൊണ്ട് അവൻ വീണ്ടും അവളിൽ ഉയർന്നു താണു. ഒടുവിൽ തളർന്നുകൊണ്ട് അവളുടെ മാറിലേക്ക് വീഴുമ്പോൾ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരോടെ അവൾ അവനെ ചുറ്റിപ്പിടിച്ചിരുന്നു.